1 മുതൽ 7 വരെ പഠിച്ച CUP സ്കൂളിലാണ്. പിന്നെ ശ്രീകൃഷ്ണപുരം ഹൈസ്കൂൾ. ഈ പ്ലാപ്പറ്റ CUP സ്കൂളിൽ പഠിച്ചപ്പോൾ അവിടുത്തെ ഇഷ്ടപ്പെട്ട അധ്യാപകരൊക്കെ ആയിരിക്കായിരുന്നു? അവിടെ എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. എനിക്ക് രാമകൃഷ്ണ മാസ്റ്റർ ക്ലാസ്സുകളാണ് നല്ല ഇഷ്ടം. പക്ഷെ പിന്നെ ഇവരെല്ലാവരും നന്നായി പഠിപ്പിക്കായിരുന്നു. എനിക്ക് പൊട്ടോണ്ട ക്ലാസ്സുകളിലൊക്കെ കിട്ടിയിട്ടുള്ള പല ഗുണങ്ങളെന്ന് വെച്ചാൽ, ഒന്ന്, ഇവിടെ എല്ലാ ആഴ്ചയും സാഹിത്യ സമാജം നടത്തും. എല്ലാ വെള്ളിയാഴ്ചയും സാഹിത്യ സമാജം നടത്തും. ഈ 2 ആഴ്ച കൂടുമ്പോൾ പാർലമെന്റ് നടത്തും. അപ്പോൾ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മന്ത്രിമാരുണ്ട്, സ്കൂൾ ലീഡറാണ് പ്രധാനമന്ത്രി, ബാക്കി ഓരോ ക്ലാസ് ലീഡർമാരോ അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരൊക്കെയാണ് മന്ത്രിമാരൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഒരു പ്രാവശ്യം എന്നെ ശുചിത്വ മന്ത്രിയാക്കിയിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം ഉച്ചയ്ക്ക് ഞാൻ വേഗം ഊണ് കഴിച്ച് വന്നിട്ട് ചോറൊക്കെ അവിടെ കൊണ്ടുവരും. അപ്പോൾ ഊണ് കഴിച്ചിട്ട് പുറത്ത് വന്ന് നിൽക്കണം. കുട്ടികളാരും ഗ്രൗണ്ടിലൊന്നും കടലാസ് ഇടാൻ പാടില്ല. കടലാസ് ഇടണമെങ്കിൽ ഹെഡ് മാസ്റ്ററോട് പറയണം. അതാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് അവിടെ നെല്ലിമരം ഉണ്ടായിരുന്നു. നെല്ലിക്ക അറിയാൻ വേണ്ടി കുട്ടികൾ പോകും. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ വെറുതെ അവിടെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പം കുട്ടികൾ നെല്ലിക്ക എറിഞ്ഞതും ഹെഡ് മാസ്റ്റർ ചുവരിൽ പിന്നാക്കം കൈ പിന്നാക്കം വെച്ച് ചുവരിലും കൊണ്ട് വന്നതും എന്നെ കണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു, ഞാൻ ഓടി. പക്ഷേ എനിക്ക് അടിയൊന്നും കിട്ടിയില്ല. പക്ഷെ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അടി ഡിസർവ് ചെയ്തില്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു. എന്തായാലും അങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആ പാർലമെൻറ്റിൻ്റെ ഗുണം എന്തായിരുന്നു വെച്ചാൽ, ഞാൻ പിന്നീട് ഇപ്പോൾ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റമൊക്കെ മാറിയപ്പോൾ ഞാൻ കാസർഗോഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ സ്കൂളിൽ പാഠപുസ്തകത്തിലൊരു അഭ്യാസം ഉണ്ടായിരുന്നു, കുട്ടികളുടെ മോക്ക് പാർലമെൻറ്റ് സംഘടിപ്പിക്കുക. അതെനിക്ക് വളരെയധികം ഉപകാരമായത് അന്നത്തെ ഇവിടുത്തെ പാർലമെൻറ്റ് സമ്പ്രദായമായിരുന്നു. ഞാൻ അവിടുത്തെ ടീച്ചേഴ്സിൻ്റെയും ഹെഡ് മാസ്റ്ററുടെയൊക്കെ ടീച്ചറുടെയൊക്കെ സഹായത്തോടെ ഒരു പാർലമെൻറ്റ് സംഘടിപ്പിച്ചു. അത് വളരെ വിജയകരമായി എന്ന് എനിക്ക് തന്നെ തോന്നി. പക്ഷേ എന്താ ബുദ്ധിമുട്ട് വെച്ചാൽ, കുട്ടികൾക്ക് അറിയില്ലല്ലോ എന്താണ് പാർലമെൻറ്റ് എന്ന് അറിയില്ല. അപ്പോൾ ചോദ്യം ചോദിക്കാൻ അറിയില്ല. ചോദ്യം നമ്മൾ എഴുതി കൊടുക്കണം, ഉത്തരവ് നമ്മൾ തന്നെ എഴുതി കൊടുക്കണം, അത്രയേ ഉള്ളൂ. എന്നാലും നല്ല രീതിയിൽ അത് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞാനതിന് ഇവിടെയുള്ള അധ്യാപകരോട് തന്നെയാണ് എനിക്ക് കൃതജ്ഞത ഉള്ളത്. പിന്നെ ടീച്ചർ അന്നത്തെ കൂട്ടുകാരികളൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ട്, ഇവിടെയൊക്കെ കാണാറുണ്ട്, നാട്ടിലൊക്കെ കാണാറുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ നാട്ടിൽ ഒരു കുറച്ച് ഫാമിലി, അങ്ങനത്തെ ഒരു ഫാമിലി ആയതുകൊണ്ട് ആൾക്കാർ അങ്ങനെ പെട്ടെന്ന് അവർക്കൊരു കാരണം ഇവിടുത്തെ അധികാരം അല്ലേ, ആൾക്കാർക്ക് വല്ലാതെ നമ്മളോട് അവർ അങ്ങനെ അടുക്കില്ല. പക്ഷെ നമ്മൾ ഇപ്പൊ കുറച്ച് ഭേദമാണ്. ഇപ്പൊ കുറച്ചും കൂടിയൊക്കെ ഇപ്പൊ എന്റെ ഒപ്പം പഠിച്ചൊരു സ്ത്രീ ഇവിടെ വരാറുണ്ട്, ഇടയ്ക്കൊക്കെ വരാറുണ്ട്. പിന്നെ 7 കഴിഞ്ഞ് പിന്നെ ടീച്ചർ പിന്നെ ഹൈസ്കൂളിൽ പോയി, ശ്രീകൃഷ്ണപുരം സ്കൂളിന്റെ പേര് ശ്രീകൃഷ്ണപുരം ഇപ്പൊ ഹയർ സെക്കൻഡറി സ്കൂൾ, മറ്റേത് ശ്രീകൃഷ്ണപുരം ഹൈസ്കൂൾ. അവിടെ വരെ 10ാം ക്ലാസ് വരെ 10ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. അവിടെ കുഴപ്പമൊന്നുമില്ല, നല്ല ടീച്ചിങ് ആണ്, നല്ല അധ്യാപകരായിരുന്നു. പിന്നെ അവിടെയും ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് പഠിച്ചതല്ലേ, കാരണം ഇവിടുന്ന് പ്ലാപ്പറ്റന്ന് ദൂരമുള്ള കാരണം. ഇവിടെ എൻ്റെ ഒരു കസിൻ ഉണ്ട്. കസിൻ എന്ന് പറഞ്ഞാൽ മുത്തശ്ശൻ്റെ അനിയൻ്റെ മകളാണ്. ഞങ്ങളുടെ ഇവിടുത്തെ ഒരു മുത്തശ്ശിയുടെ മകളാണ്. അവരെൻ്റെ ടീച്ചറായിരുന്നു. ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഭയങ്കര സ്നേഹമാണ് ഇപ്പോഴും, ഇന്ദിരത്തമ്പാട്ടി. അപ്പോൾ എപ്പോൾ വന്നാലും ഇങ്ങനെ പറയും. എനിക്ക് അന്ന് ലേശം അത്ര പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഒരു ദിവസം എന്നോട് ചോദിച്ചു, പിന്നെ നല്ല പഠിച്ചോളൂ കേട്ടോ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരേ സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പഠിച്ചോളൂ എന്ന് പറഞ്ഞു. പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പുസ്തകം കൊടുത്തു, പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കൊടുത്തു. പിറ്റേ ദിവസം ക്ലാസ്സിൽ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, പിന്നെ എന്നോടല്ല ക്ലാസ്സിനോട് ചോദിച്ചു, പിന്നെ ആരൊക്കെ പഠിച്ചവരെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നീട്ടുന്നു, ഞാൻ പഠിച്ചിട്ടുണ്ട്, എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന്. അപ്പം കുറച്ച് കഴിയുമ്പോൾ ചോദിച്ചു, ഇന്ന് പഠിച്ചവരാരൊക്കെയെന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ ഞാനിരുന്നു, കാരണം ഞാൻ ഇന്നല്ല പഠിച്ചത്, ഇന്നലെയാണ് പഠിച്ചത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നല്ല കുട്ടികളായിരുന്നു. എനിക്ക് അവിടെ ആകുമ്പോൾ എനിക്ക് ഒരു 10-15 ദിവസം അസുഖമായിട്ട് ലീവൊക്കെ എടുക്കേണ്ടി വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിരുന്നു എനിക്ക് നല്ല. പക്ഷേ എനിക്ക് മാത്സ് നല്ല പേടിയായിരുന്നു. അത് എപ്പോഴും കുട്ടിക്കാലം മുതലൊക്കെ എനിക്ക് പേടിയായിരുന്നു. പക്ഷേ എനിക്ക് ജോലി കിട്ടിയപ്പോൾ ആദ്യം എനിക്ക് പോകേണ്ടി വന്നത് ഒരു മാത്സ് ക്ലാസ്സിൽ. ലീവ് വേക്കൻസിയിലാണ്, 4ാം ക്ലാസ്സിലാണ്. എന്നാലും ചേച്ചിയുടെ ലീവ് വേക്കൻസിയിൽ ഡൽഹിയിൽ പോയി 4ാം ക്ലാസ്സിലായിരുന്നു ആദ്യം പോകേണ്ടി വന്നത്. പിന്നെ അത് കഴിഞ്ഞ് അമ്മയുടെ ആഗ്രഹപ്രകാരം ഞങ്ങളൊക്കെ കോളേജിൽ എനിക്കായപ്പോഴേക്കും ഇവിടെ പാലക്കാട് കോളേജ് വന്നു, മേഴ്സി കോളേജ് വന്നു. ഞാൻ അവിടെയാണ് 5 കൊല്ലം പഠിച്ചത്. ആ കോളേജിൽ എനിക്ക് എൻ്റെ ഒരു വിശ്വാസം, എൻ്റെ ക്യാരക്ടർ ഫോർമേഷന് ഏറ്റവും അധികം സഹായിച്ചത് ആ കോളേജ് തന്നെയാണ്. എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ടീച്ചേഴ്സ്, ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് പോയതുകൊണ്ടായിരിക്കും എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ആദ്യത്തെ കൊല്ലം ഉണ്ടായിരുന്ന വാർഡനൊക്കെ നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു. കാരണം സംസാരിക്കാനേ പാടില്ല, ഇംഗ്ലീഷ് അല്ലാതെ പറയാൻ പാടില്ല. അപ്പം ഞങ്ങൾ എന്താ ചോദിച്ചാൽ എപ്പോഴും ഇംഗ്ലീഷ് പറയാൻ അറിയണ്ടേ. 10ാം ക്ലാസ് വരെ മലയാളം പഠിച്ചിട്ട് കുട്ടിക്ക് ഇംഗ്ലീഷ് പറയാൻ. അപ്പം ഞങ്ങൾ മലയാളം പറയും, സിസ്റ്റർ വരുന്ന ദൂരത്ത് കണ്ടാൽ ഇംഗ്ലീഷ് ആക്കും. അങ്ങനെ അപ്പോൾ ബഹളം വെച്ചാൽ ഒന്നുമാതിരി ഒരു പ്രാവശ്യം ബഹളം വെച്ചാൽ എല്ലാ കുട്ടികളെയും ഹോസ്റ്റലിൽ നിന്ന് പുറത്ത് നിൽക്കുക. സിസ്റ്റർ പോകുന്നില്ല, സിസ്റ്റർ അവിടെ ജനലിൽ തന്നെ ഇരിക്കും. അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. പിന്നെ ഇംഗ്ലീഷ് പറയാതിരുന്ന ഇമ്പോസിഷൻ തരും.
അതൊക്കെ രാവിലെ എഴുതി കഴിഞ്ഞിട്ടേ പോകാൻ പാടും, കോളേജിൽ പോകാൻ പാടും. കോളേജ് മുകളിൽ തന്നെയാണ്, അകത്ത് ഹോസ്റ്റൽ അങ്ങനെയായിരുന്നു അന്നുണ്ടായിരുന്നു. പിന്നെ ആ പുതിയ ബിൽഡിങ്ങിൻ്റെ ഹോസ്റ്റലിൻ്റെ കെട്ടിട നിർമ്മാണം ഫൗണ്ടേഷൻ മുതൽക്ക് ഞങ്ങൾ കണ്ടു, ഞങ്ങളതിൽ താമസിക്കുകയും ചെയ്തു. ഈ 5 വർഷം അവിടെ നിന്ന് പോകുന്നപ്പോ ഭയങ്കര വിഷമമായി. ഭയങ്കര വിഷമമായി. കാരണം ഫൈനലാകുമ്പോഴേക്കും ഞങ്ങൾക്ക് കുറച്ചും കൂടി എല്ലാവരും ഒരു ബന്ധം ഉണ്ടാവുമല്ലോ. പിന്നെ സ്റ്റാഫ് ടീച്ചേഴ്സ് ആയാലും ശരി, സിസ്റ്റേഴ്സ് ആയാലും ശരി, നമ്മൾ നല്ല അടുപ്പാണ്. ഞങ്ങൾ ഫൈനൽ ഇയറിൽ ഡിഗ്രി ഫൈനൽ ഇയറിൽ അവിടെ സ്റ്റഡിയിലും അവിടെ പരീക്ഷ മാറുമ്പോൾ ഞങ്ങൾ പോകും. ഒരാഴ്ച മുമ്പേക്ക് അവിടെ പോയി നിൽക്കും. അപ്പോൾ വിഷുവായിരുന്നു ഒരു പ്രാവശ്യം. അപ്പോൾ ഞങ്ങൾ പ്രിൻസിപ്പൾ രാവിലെ പള്ളിയിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ വരികയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, പിന്നെ സിസ്റ്റർ നാളെ വിഷുവാണ്, ഞങ്ങൾക്കൊക്കെ വിഷ്കേട്ടം തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താ അങ്ങനെ? ഞങ്ങൾ പറഞ്ഞു അത് പറ്റില്ല, ഞങ്ങൾക്ക് വിഷ്കേട്ടം തരണം വിഷുവായിട്ടൊന്നും. അപ്പോൾ ശരി പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ സിസ്റ്റർ വരുമ്പോൾ ഞങ്ങൾ അവിടെ നടന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. സിസ്റ്റർ എല്ലാവർക്കും 4 അണ തന്നു. അന്ന് 4 അണയ്ക്ക് വില ഉണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അങ്ങനെ ഞങ്ങളുടെ ഇഷ്ടത്തിന് നിന്നല്ലോ. കാരണം നമുക്ക് പ്രിൻസിപ്പൾ എന്നുള്ള ഒരു പേടിയോ അങ്ങനെയൊന്നും തോന്നാറില്ല. സ്വന്തം ഒരു കുടുംബാംഗത്തെ പോലെ തോന്നിച്ചു എന്നുള്ളതാണ്. പിന്നെ ഒരു വാർഡൻ ഉണ്ടായിരുന്നു, ഇതുമാതിരി ഭയങ്കര സ്നേഹമാണ്. സിസ്റ്റർ ഫിസിക്സ് ആയിരുന്നു, പക്ഷേ ഞങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹം. ഞാനിങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കൊണ്ടൊക്കെ അതിനൊക്കെ ഞാൻ സ്കൂളിൽ ഹോസ്റ്റലിലേക്കൊക്കെ വല്ല പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കും, സിസ്റ്റർ ഞങ്ങൾക്ക് എൻ്റെ പരിപാടി ഉണ്ടെന്ന് വരണം എന്നൊക്കെ പറഞ്ഞാൽ വരും. അല്ലെങ്കിലും വരും, എന്നാലും പ്രത്യേകമായിട്ട് വരും, നോട്ട് ചെയ്യും, എന്തെങ്കിലുമൊക്കെ കമൻ്റൊക്കെ പറയും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ സിസ്റ്റർ ഒരു പ്രാവശ്യം പിന്നെ അവർക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു 9 മണിയായാൽ 9:15 ബെല്ലടിക്കും രാത്രി. അപ്പോൾ എല്ലാവരും സിസ്റ്ററെ പോയി കാണണം. കാരണം ഹോസ്റ്റലിൽ എല്ലാവരും ഉണ്ടോയെന്ന് അറിയണമല്ലോ. അപ്പോൾ ഞാനെന്താ ചോദിച്ചാൽ എനിക്ക് 9 മണിയായി ഉറക്കം വരും. അപ്പോൾ ഞാൻ കുറച്ച് നേരം സിസ്റ്റർ വരാനതിൻ്റെ കുറച്ച് മുമ്പേ ഉറങ്ങാമെന്ന് വെച്ച് വാതിൽ ചാരി കിടക്കും. ഞാൻ എപ്പോഴും വാതിലിൻ്റെ അടുത്തുള്ള കോട്ടയത്ത് ഞാൻ നിൽക്കുള്ളൂ. കാരണം പിന്നെ അവിടെ ആരും ഇരുന്ന് സംസാരിക്കില്ല, അതാണ് ഒരു ഗുണം. അപ്പോൾ അങ്ങനെ ഒരു ദിവസം വന്നപ്പോൾ വാതിൽ തുറന്നിട്ടപ്പോൾ ഞാൻ നല്ല ഉറക്കം. അപ്പോൾ പിന്നെ ഞാൻ 9:15 ബെല്ലടിച്ചപ്പോൾ ഞാൻ വേഗം നീട്ട് സിസ്റ്റർ എടുത്ത് പോയി. അപ്പോൾ സിസ്റ്ററിനോട് ചോദിച്ചു, പിന്നെ ആ ചീർപ്പെടുത്തിട്ട് പോവാ, ഞാൻ മുടിയൊക്കെ ഒന്ന് മാടി തരാം. ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഞാൻ മാടിക്കോളാം, എന്തിങ്ങനെ ഉറങ്ങണേ ചോദിച്ചു. ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഉറക്കം വരുമ്പോൾ പിന്നെ പഠിച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് ഇനിയുള്ള സമയം എനിക്ക് നന്നായി പഠിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ ശരി പറഞ്ഞു. അത് സിസ്റ്ററൊന്നും ഒരിക്കലും മറക്കില്ല. ഭയങ്കര ഞാൻ അവരിവിടെ പള്ളിയിൽ വരുമ്പോൾ ഞങ്ങൾ ക്ഷണിച്ചു, വീട്ടിലേക്ക് വരാൻ വേണ്ടി ക്ഷണിച്ചു. എന്നിട്ട് മദറുടെ പിന്നെ പെർമിഷനോട് കൂടി അവരൊക്കെ വന്നിട്ടുണ്ട്, ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് കിട്ടിയ മറ്റൊരു സന്തോഷം എന്ന് വെച്ചാൽ എനിക്ക് അവിടെ നിന്ന് ഒരു ഗോൾഡ് മെഡൽ കിട്ടി. ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് BA ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മെഡൽ കിട്ടി. അപ്പോൾ അത് കിട്ടിയപ്പോൾ എനിക്ക് നേരിട്ട് പോയി വാങ്ങാൻ പറ്റില്ല, കാരണം ഞാനപ്പോൾ ഡൽഹിയിലായിരുന്നു. ഒരു കൊല്ലം കഴിഞ്ഞ് പിന്നത്തെ കൊല്ലം ആനിവേഴ്സറിക്ക് കൊടുക്കും. പക്ഷെ എന്നാലും ഞാൻ പോയി വാങ്ങി, കാരണം അത് എനിക്ക് കിട്ടേണ്ടതല്ലേ എന്നൊരു തോന്നലുകൊണ്ട് ഞാൻ പോയി. അവരെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കിട്ടിയത്. അങ്ങനെ വലിയൊരു സന്തോഷമായി. ഞാൻ ഇന്നത്തെ സിസ്റ്റർക്ക് ഒരു കത്തൊക്കെ എഴുതി, എൻ്റെ ക്യാരക്ടർ ഫോർമേഷനിൽ ഏറ്റവും അധികം പങ്കുവഹിച്ചത് മേഴ്സി കോളേജ് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഡൽഹിക്ക് പോയി. ഡൽഹിയിൽ 4 കൊല്ലം ഒന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ പാകിസ്ഥാൻ യുദ്ധമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ബ്ലാക്ക് ഔട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുറച്ച് അങ്ങനത്തെ ദിവസങ്ങളിൽ കുറച്ച് പേടിയാവും. ചിലപ്പോൾ ഡിക്ലെയർ ചെയ്യാതെ ബ്ലാക്ക് ഔട്ട് നടത്തും. അങ്ങനെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടുന്ന് അപ്പോഴാണ് എനിക്ക് LICയിൽ ജോലി കിട്ടിയത്. എൻ്റെ കരിയർ തുടങ്ങണം ശരിക്കും LICയിൽ ജോലി കിട്ടിയിട്ടാണ്. സ്റ്റാർട്ടിങ് LIC ആണ്. പിന്നെ ചേച്ചിയുടെ ലീവ് വേക്കൻസിയിൽ ഒരു 3 മാസം അവിടെ റോസറി സ്കൂൾ എന്ന് പറയും, നല്ല സ്കൂളാണ്. അവിടെ വർക്ക് ചെയ്തു. പബ്ലിക് സ്കൂളാണ്, അവിടെ വർക്ക് ചെയ്തു. മാത്സാണ് പക്ഷെ പഠിപ്പിക്കേണ്ടി വന്നത്. എനിക്ക് കുറച്ച് പേടിയുള്ളൊരു വിഷയമൊക്കെയാണ്, എന്നാലും ചേച്ചി ഉണ്ടെന്നുള്ള ധൈര്യത്തിൽ ഞാൻ അവിടെ പോയി അങ്ങനെ 3 മാസം കംപ്ലീറ്റ് ചെയ്തു. പിന്നെ എനിക്ക് അവിടെ ഞാൻ ടെസ്റ്റുകളൊക്കെ എഴുതാറുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് തിരിച്ചിവിടെ വന്നു. അപ്പൊന്നും കിട്ടിയില്ല. പിന്നെ തിരിച്ചിവിടെ വന്നിട്ട് BEd ചേരാൻ വിചാരിച്ച് കാത്തിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോഴേക്കും അപ്ലൈ ചെയ്യാനുള്ള സമയം കഴിയും. അപ്പോൾ അതുകൊണ്ട് ഒരു കൊല്ലം വെറുതെ ഇരിക്കേണ്ടി വന്നു. ആ സമയത്ത് ടൈപ്പ് ഷോർട്ട് ഹാൻഡൊക്കെ പഠിച്ചു. ടൈപ്പ് റൈറ്റിംഗ് സ്പീഡൊക്കെ ആയിരുന്നാണ്. അപ്പോഴേക്കും ഇത് BEd കിട്ടി. പിന്നെ അതിന് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഒറ്റപ്പാലം NSSലാണ് പഠിച്ചത് BEd.